ഗൈസ് ആൽവിൻ വ്ളോഗ്സിലേക്ക് അവർക്ക് സ്വാഗതം. എപ്പോഴും ഈ വ്യക്തിനെ കുറിച്ച് പറയുമ്പോൾ എപ്പോഴും എന്നോട് ചോദിക്കും എന്താ ആൽവിനെ വീഡിയോസ് ഒന്നും എടുക്കാത്ത എന്താ കാര്യങ്ങളൊക്കെ ചെയ്യാത്തതെന്ന്. അപ്പോൾ ആളുടെ അടുത്തേക്ക് നമ്മൾ പോണത് ആളുടെ ബർത്ത്ഡേ ആണ്. ഫസ്റ്റ് ഓഫ് ഓൾ ആളുടെ ബർത്ത്ഡേ ആണ്. അപ്പം വിഷ് ചെയ്യാം. മേരി മൂന്നാമത്തെ മോളാണ്. മേരി വ്ളോഗ്. അപ്പം എപ്പോഴും കാണുമ്പോൾ ചോദിക്കും ജോൺസോട്ട് ചോദിക്കും എന്താ വീഡിയോ ഇടാത്ത. ഇല്ല ജോൺസൺ എപ്പോഴും ചോദിക്കും ജോൺസൺ ചേട്ടൻ ഏറ്റവും വലിയ ലൈനാണ് വൈസ് മാൻ ബിക്കംസ് വയസ്സായ തന്ത. അപ്പൊ ജോൺസൺ ബർത്ത്ഡേക്കാണ് നമ്മൾ വന്നിരിക്കണം. അപ്പൊ ബാക്കിയുള്ള വിശേഷങ്ങൾ പോ. ഞാൻ അന്വേഷിക്കാൻ കൊടുത്തിട്ടുണ്ട്. ഗ്രേസ് മേരി മേരി അവിടെ പോയാ അത്രയ്ക്ക് സൗന്ദര്യമാണ്. ഇങ്ങനെ ദേഷ്യപ്പെട്ട് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അങ്ങനെ ഒരു വ്യക്തിത്വമാണ്. വളരെ ഒരു ക്വാളിറ്റി ഭയങ്കരമായിട്ട് തന്നെ സ്ട്രൈക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ അത് ഇങ്ങനെ എന്താ പറയുക സ്വായത്തമാക്കാണ്. ആ സൗന്ദര്യം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ് ഇത് മാത്രമല്ല രൂപതയുടെ പരിപാടി ആയാലും എല്ലാ തലങ്ങളിലും ഇപ്പൊ ഇടവിലെ കൈക്കാരനൊക്കെ ആയിരുന്നു. പിന്നെ ചേട്ടൻ്റെ ജീവിതം വന്ന വഴികളൊക്കെ പറഞ്ഞ കഥകൾ ഭയങ്കര ജോലിയെടുത്ത സാഹചര്യങ്ങൾ, പിന്നെ ഇപ്പം എത്തി നിൽക്കുന്ന ലെവല്, പുതിയ വീട്, പഴയ വീട്ടിലായിരുന്നു കൂടിയിരുന്നു. ഈ കേക്ക് ഉണ്ടാക്കിയത് ഗ്രേസ് ആണ്. അപ്പൊ നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. എന്താണ് സെൽഫ് ചേച്ചിക്ക് എന്ന് പറയാനുള്ള ഹസ്ബൻഡിനെ കുറിച്ചിട്ട് രണ്ട് നാല് വാക്കുകൾ പറയും. യൂട്യൂബിൽ വരുന്ന സാധനം പറ. പഠിച്ച ജോൺസൺ. ഞാൻ പേര്, അതായത് നമ്മളിപ്പോൾ ചിലർ നമ്മൾ സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ ഓരോരുത്തരെ വെച്ച് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യും. അതായത് നമ്മൾ ഓരോ സ്ഥലങ്ങളിലൊക്കെ വിളിക്കാൻ ചെല്ലുമ്പോൾ സ്ഥാപനങ്ങളൊക്കെ ചെല്ലുമ്പോൾ ഇപ്പം ജീസു എന്ന് പറയുമ്പോൾ ഫസ്റ്റ് കേൾക്കുന്ന പേരാണ് ജോൺസൺ ചേട്ടൻ. അപ്പം നമ്മൾ ഇത് കേട്ടിട്ടില്ലെങ്കിൽ, ആൾ കണ്ടിട്ടില്ലെങ്കിൽ കേട്ടിട്ടില്ലെങ്കിൽ ജോൺസൺ ചേട്ടൻ നമുക്കറിയാം, നമ്മുടെ അടുത്താണ് നമ്മൾ അവിടെ ഇതൊക്കെ അടിക്കുന്നത്, നമ്മൾ കണ്ടിട്ടില്ലെങ്കിൽ. അപ്പം അങ്ങനെ ഒരു ലെവലിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. വന്ന് തൊട്ട് കേൾക്കുന്ന പേരാണ് ജോൺ ചേട്ടനെ കുറിച്ച്. ഞാൻ പലപ്പോഴും ഈ ചേട്ടനൊക്കെ എങ്ങനെയോ വലിയ സംഭവമൊക്കെ ആയിരിക്കില്ലേ, ചേട്ടനൊക്കെ പോയി ഒന്ന് വർത്താനം പറയണമെങ്കിൽ ചേട്ടനൊക്കെ ഒന്ന് നേരിൽ കാണണം. അപ്പോൾ അങ്ങനെയൊക്കെ ആദ്യം കരുതിയിട്ടുണ്ട്. പിന്നെ ജീസൂട്ടിൽ വന്ന് എന്താ പറയുക, പിന്നെ ഇങ്ങനെ മീറ്റിങ്ങുകളൊക്കെ കൂടി അപ്പോഴാണ് പിന്നെ ഇത്തിരി കൂടി ജോൺ ചേട്ടനെ കൂടുതൽ അടുത്തറിഞ്ഞതും. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊക്കെ റോൾ മോഡലായിട്ട് കാണുന്നൊരു വ്യക്തിയാണ്. കാരണം ഇപ്പോൾ എന്ത് കാര്യങ്ങളായാലും, ഇപ്പോൾ ജോൺസൺ ഇത്ര വലിയ പ്രൊഫഷണൽ നിന്നിട്ടായാലും, ജീസൂട്ടിൻ്റെ ആയാലും, അല്ലെങ്കിൽ നമ്മുടെ ഇപ്പോൾ എന്തിപ്പോൾ കരിസ്മാറ്റിക് ആയാലും എന്ത് കാര്യങ്ങളായാലും എല്ലാത്തിനും കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്ന ആ ഒരു സ്കിൽ. ഫസ്റ്റ് പരിചയപ്പെടുന്നത് നമ്മുടെ 10 ദിവസത്തെ പ്രോഗ്രാമിൻ്റെ സമയത്തായിരുന്നു. പ്രോഗ്രാം കോർഡിനേറ്റർ എനിക്ക് തന്നപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്കൊന്നും അറിയില്ലായിരുന്നു.
അപ്പം എല്ലാ കാര്യങ്ങളും ജോൺസേനോട് വിളിച്ചിട്ട് ചെയ്താൽ മതി എന്ന് എല്ലാവരും പറഞ്ഞിരുന്നു. അപ്പോൾ ജോൺസേനോട് വിളിക്കും. അപ്പം ചിലപ്പോൾ ഒരു സെക്കൻഡ് ബോളാകുമ്പോഴേക്കും ജോൺസൺ എടുക്കാറുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിക്കും ജോൺസണിന് വേറെ പണിയൊന്നുമില്ല, എനിക്കറിയില്ല, അഡ്വക്കേറ്റ് ആണെന്ന് അറിയില്ല, ജസ്റ്റ് ഞാൻ വന്ന സമയത്തായിരുന്നു. അപ്പോൾ അപ്പനെടുക്കും, അപ്പം എന്നാ കാര്യങ്ങൾ പറഞ്ഞാൽ ഇങ്ങനെ ചെയ്താൽ അങ്ങനെ കാര്യങ്ങൾ പറയും. അപ്പം ഇപ്പോഴത്തെ സാഹചര്യം നോക്കുമ്പോൾ നമ്മൾ കുറേ പേര് ടൈമില്ല സമയമില്ല എന്ന് കുറേ പേര് വന്നു. സത്യം പറഞ്ഞാൽ നമ്മൾ വെറുതെയാണ് പറയുന്നത് സമയമില്ലാന്ന്. അപ്പോൾ ജോൺസണിനെ സംബന്ധിച്ചുള്ള ഇത്ര എല്ലാ തിരക്കിൻ്റെ ഇടയിൽ ചെറിയൊരു കമ്മിറ്റ്മെൻറ്റ് കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് രണ്ടൊരു ഇതാണ്, മനസ്സുകൊണ്ടാണ്. ഇപ്പം എനിക്കൊന്നും അതുപോലെ ഒന്നും ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് ഒട്ടും ഉറപ്പില്ല. കാരണം കല്യാണം കഴിഞ്ഞിട്ട് 3-4 പിള്ളേരുണ്ട്, ജോലിയുണ്ട്, എല്ലാ കാര്യങ്ങളും മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ നല്ല ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അത് ഞാൻ ഫസ്റ്റ് ഓഫ് ഓൾ ഒരു അപ്രീഷിയേറ്റ് ചെയ്യാണ്. കാരണം അതിനോടൊന്നും ഒരിക്കലും പറ്റില്ല എല്ലാം കൂടി മാനേജ് ചെയ്യും. ഇപ്പം തന്നെ എനിക്ക് പറ്റില്ല, കല്യാണം ഉറപ്പിച്ച് തന്നെ എനിക്ക് പറ്റില്ല എല്ലാ കാര്യങ്ങളും മാനേജ് ചെയ്യാൻ. അപ്പം എല്ലാ കാര്യങ്ങളും മാനേജ് ചെയ്യുന്നത് ഹാപ്പി ബർത്ത്ഡേ ജോൺസൺ. ഭയങ്കര സന്തോഷം തന്നെ. സന്തോഷമല്ല, ഞാൻ പറഞ്ഞൊരു നിങ്ങളുടെ സ്നേഹത്തിന് എനിക്ക് ഇവൻ വരുന്നത് എവിടെന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ലോകത്തിന്റെ അറ്റത്ത് നിന്ന് ഈ അറ്റത്ത് അതൊരു ജില്ലയിൽ നിങ്ങളുടെ വലിയൊരു സ്നേഹത്തിന്റെ ഭാഗമാണെന്ന് ഞാൻ തിരിച്ചറിയണം. അത് ഞാൻ ഭാര്യനെ കെട്ടിപ്പിടിച്ചിരുന്നത് വിളിച്ചിട്ടേ പറഞ്ഞേ. അതാണ് എന്നെ കൂടുതലായിട്ട് ഇവനെ എന്നെ വിളിച്ചു ചേട്ടാ വരട്ടെന്നൊക്കെ ചോദിച്ചു. ഞാൻ അതൊക്കെ പറഞ്ഞാലൊന്ന് ഇങ്ങനെ വളരെ ലളിതമായിട്ട് കൊണ്ടു നടക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. നന്നായിട്ടുണ്ട്, അതാണ് ഒരു കാര്യം. രണ്ടാമത് എനിക്ക് നിങ്ങൾ പറഞ്ഞ പല കാര്യങ്ങളും എനിക്ക് കുറേ കൂടി നേരെ ആവാനുള്ളതായിരിക്കാം. കുറേയൊക്കെ നമ്മൾ ഇതിലുണ്ടായിരിക്കും. പക്ഷെ ചില കാര്യങ്ങളിൽ എനിക്ക് വളരെ അഭിമാനം തോന്നിയിട്ടുള്ളത് എല്ലാവരെയും ഒന്ന് അതിവിടെ മാത്രമല്ല, ഇവിടെ ഈ ചെറുപ്പക്കാരുടെ അടുത്ത് നിൽക്കുന്നത് ഞാൻ അവിടെ കോളേജിലും എനിക്കത് നന്നായിട്ട് ചെയ്യാൻ പറ്റില്ല. ഇന്ന കാലത്ത് ഞാനവിടെ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഉദ്ഘാടനമായിട്ട് ബന്ധപ്പെട്ട് പല കമ്മിറ്റിയും ഞാൻ കോർഡിനേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം ഞങ്ങൾക്ക് ഇലക്ഷൻ വരണം, അപ്പോൾ ഞാൻ മാറാൻ അങ്ങനെ ഉണ്ട്. അപ്പോൾ അവർ എൻ്റെ അടുത്ത് ഒരു വക്കീൽ, അവൻ ചെറുപ്പമാണ്, നന്നായിട്ട് ആക്റ്റീവാണ്, ജഗദീഷിൻ്റെ നല്ല കേസുള്ള വക്കീലാണ്. അപ്പം എന്നെ വിളിച്ചോണ്ട് ചേട്ടാ നിങ്ങൾ മാറിക്കഴിഞ്ഞാൽ ഉണ്ടാവില്ല, നിങ്ങളൊക്കെ ചേട്ടനെ കൊണ്ട് ആ ഒരു ഫീലാണ് കാലത്തിനെന്ന് വിളിച്ച് ഇന്ന് സംസാരിച്ചത്. അപ്പോൾ അത് അങ്ങനത്തെ ഒരു തലം എൻ്റെ അടുത്ത് ഞാൻ അറിയാതെ ഉണ്ടെന്നുള്ളത് ഞാൻ മനസ്സിലാക്കി. വളരെ വ്യത്യസ്തനായ ഒരു മനുഷ്യനാണ്. പല കഴിവുകളുണ്ട്, പക്ഷേ കഴിവുകൾ നമുക്ക് ആർക്കും മനസ്സിലാക്കാത്ത രീതിയിൽ അത്രയധികം കഴിവുകളാണ്. അതായത് ജോൺസൺ ചേട്ടനെ നമ്മൾ കണ്ടുപിടിക്കുന്ന ഒരു സാധനം മാനേജ് ചെയ്യുന്ന സാധനമാണ്. അതായത് നമുക്ക് ഒരു സമയത്ത് ഒരു സാധനം അല്ലെങ്കിൽ 2 സാധനത്തിനുള്ളൊന്നും ഇൻവോൾവ് ആകാൻ പറ്റില്ല. ഇപ്പോൾ ജോൺസൺ ചേട്ടനെ ഞാൻ കണ്ടത് മിനിമം ഒരു 5 സാധനമെങ്കിലും ഒരുമിച്ച് ഇൻവോൾവ് ആയിട്ട് അതെല്ലാം മാനേജ് ചെയ്ത് ചെയ്യുന്നൊരു സാധനം. നമ്മൾ കുറച്ച് സ്ട്രഗിൾ ഉണ്ടത് ചെയ്യുമ്പോൾ, പക്ഷേ പുള്ളി അത് വളരെ മാനേജായിട്ട് ചെയ്യുന്നുണ്ട്. നമുക്കത് കണ്ടുപിടിക്കേണ്ട നമ്മൾ മറ്റു മനുഷ്യരിൽ ആരും കാണാത്തൊരു സാധനമാണ്. ഇത്ര അധികം ആൾക്കാരെ അല്ലെങ്കിൽ ഇത്ര അധികം ഇൻവോൾവ് ചെയ്ത് പല കാര്യങ്ങളും പല കാര്യങ്ങളും ഈ മൂവ്മെൻറ്റിൻ്റെ കാര്യങ്ങളോ അല്ലെങ്കിൽ ഈ നമ്മുടെ സ്പിരിച്വൽ സാധനം മാത്രമല്ല, അതിനപ്പുറത്തേക്ക് പോലും പുള്ളിയുടെ ഒരു ഇൻവോൾവ്മെൻറ്റ് നമ്മൾ കണ്ടുപിടിക്കുന്നുണ്ട്. ഞാൻ പലപ്പോഴും പല സാധനങ്ങളിലും ജോൺസൺ ഐഡിയ പൊക്കണം. ജോൺസൺ അറിയില്ലെങ്കിൽ ഞാനത് പിന്നെ ആൾക്കാരെ മോട്ടിവേറ്റ് ചെയ്ത് എന്താ പറയുക, ഒന്നുമില്ലെങ്കിലും അടിപൊളിയാണെന്ന് പറഞ്ഞ് അവനെ എന്താ പറയുക വീണ്ടും മോട്ടിവേറ്റ് ആക്കാൻ ജോൺസൺ അല്ലാതെ ജോൺസന്റെ